വെൽക്കം ബാക്ക്. ഇന്നൊരു ഫാമിലി ഡേ ഔട്ട് വ്ളോഗാണ്. നമ്മളൊക്കെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് നമ്മൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. അതുപോലെ എനിക്ക് ഡെയിലി കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ വിഷ്വലാണ് കേട്ടോ ഇത്. എൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്ന് ഫസ്റ്റ് കാണുന്ന വ്യൂ ഇതാണ്. എവ്രി മോർണിംഗ് ഈ മരത്തിൻ്റെ ഇടയിലൂടെ സൺറൈസായി വരുന്ന ഒരു വ്യൂ കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അതൊരു വേറെ തന്നെ ഫീലാണ്. എപ്പോഴും ഇവിടെ ഇത് കാണുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കോഫിയെല്ലാം കുടിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ രാവിലത്തെ ഹരിബറി മൊമെൻറ്റ്സിൽ അതിനൊന്നും ടൈം കിട്ടാറില്ല. അങ്ങനെ മോനെയെല്ലാം സ്കൂൾ പറഞ്ഞു വിട്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്ന് വെള്ളാപ്പവും ബാജിക്കറിയുമായിരുന്നു. വെള്ളാപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ദോശ പോലത്തെ വെള്ളാപ്പമാണ് ചൂടാറുള്ളത്. പക്ഷേ ഷേപ്പിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ടേസ്റ്റൊക്കെ എല്ലാം ഒരുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ്, രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക, ചുറ്റിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഉച്ചക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. വീട്ടിലൊരു സ്മോൾ ഗാർഡൻ സെറ്റ് ചെയ്യണം. അതാണ് പുറത്ത് പോകലിൻ്റെ ഉദ്ദേശം. ഞാനൊരു വലിയ ഗാർഡനറൊന്നല്ല. എനിക്ക് ഒരുവിധപ്പെട്ട എല്ലാത്തിനോടും കുറച്ച് പിരാന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഗാർഡൻ, പെറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും എനിക്കൊരു പിരാന്തമില്ല. അതൊക്കെ ഉള്ളത് ഹസ്ബൻഡിനാണ്. അപ്പം മൂപ്പര് കുറേ കാലമായി പറയുന്നത് നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇൻട്രസ്റ്റ് കൊടുക്കാത്തൊരു സബ്ജക്റ്റായിരുന്നു അത്. അപ്പോൾ ഇന്ന് എന്തായാലും അത് സെറ്റ് ചെയ്യാൻ പോവാമെന്ന് വിചാരിച്ച്. ലോങ് ഡ്രൈവെല്ലാം പോകുമ്പോൾ ഇതുപോലെ ഞാൻ എന്തെങ്കിലും സ്നാക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. കാരണം നമ്മളെല്ലാവരും ട്രാവലിങ്ങിന് ഇങ്ങനെ കൊറിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് കുറേ കൂടി നല്ലതുമാണ്. അതുപോലെ ഇങ്ങനെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഡ്രൈവെല്ലാം ചെയ്ത് പോകാൻ നല്ല രസമാണ്. ഫാമിലി ആയിട്ട് ഭയങ്കര ബോണ്ടെല്ലാം ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ പോകുന്നത് കുറച്ച് പ്ലാന്റ്സ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു നഴ്സറി പോലത്തെ ഏരിയയിലേക്കായിരുന്നു. പക്ഷേ ആക്ച്വലി അതൊരു നഴ്സറി ഒന്നും അല്ലായിരുന്നു, ഒരു വലിയ ഫാം തന്നെ ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് പ്ലാന്റ് വെക്കുന്നതും ഇതാക്കുന്നതെല്ലാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു പർച്ചേസ് എല്ലാം നടത്തുന്നത്. അതുകൊണ്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഇതൊരു വലിയ ഫാം സെറ്റപ്പായിരുന്നു, ഒരു ലാർജ് ഏരിയയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലം. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഓരോ ടൈപ്പ് സംഭവങ്ങൾ ഫാമിങ് ചെയ്യുന്നതും ആക്കുന്നതും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു. എനിക്ക് ഗാർഡനിങ് ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും ഗ്രീനറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാനും അതിൻ്റെ ഇടയിൽ ജീവിക്കാനും ഒക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതുപോലെ ട്രാവലെല്ലാം ചെയ്യുമ്പോഴും ഗ്രീനറി ഉള്ള സ്പോട്ടിലേക്കെല്ലാം പോകാനാണ് എനിക്ക് താല്പര്യം. അതായത് നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി കാണാൻ പോകാനാണ് താല്പര്യം. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും അതുപോലെ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അതിൻ്റെ പ്ലാന്റ്സും അതുപോലെ ഗാർഡനിങ് എല്ലാം ചെയ്യുമ്പോഴുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വലിയ ഏരിയയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ആക്ച്വലി കുട്ടികൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ പോയത്. കാരണം അവരിത്ര ലാർജായുള്ള ഏരിയയിലുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊന്നും അധികം കാണലില്ല. പ്രത്യേകിച്ച് അബ്രോഡെല്ലാം വളരുന്നതുകൊണ്ട് നാട്ടിലെ പോലെ കൃഷി കാര്യങ്ങളൊന്നും അവരങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ അവർക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഓരോ പ്ലാന്റ്സ് കാണുമ്പോഴും. അവർ സ്കൂളിലെല്ലാം പഠിച്ച ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഓരോ ഡൗട്ടെല്ലാം. അപ്പം കുറച്ച് പ്ലാന്റ്സ് എല്ലാം വാങ്ങി പിന്നെ നമ്മൾ തിരിച്ച്. ഒരു ഡേയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് സൺറൈസും സൺസെറ്റും ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ ഒരു വിഷ്വലിനോട് എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം ഒരു ഡേയിൽ നമുക്ക് വേറെ ഒരു സമയത്തും കിട്ടുന്നില്ല. വേഗം ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. റൂമിൽ പോയിട്ട് ഇതൊക്കെ നടണം, അതാണ് മെയിൻ ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആവാനായതുകൊണ്ട് ഡേ ടൈം ഭയങ്കര കുറവാണ്. 5 o'clock ആകുമ്പോഴേക്ക് സൺസെറ്റ് എല്ലാം ആയിട്ട് ഇരുടായി തുടങ്ങും. അപ്പോൾ നേരെ പോയിട്ട് നമ്മൾ മണ്ണെല്ലാം സെറ്റ് ചെയ്തു. ഞാനല്ല, മൊത്തം ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തത്. എനിക്ക് ചുമ്മാ സൈഡിലിരുന്ന് കത്തി അടിക്കലായിരുന്നു ജോലി. അപ്പോൾ മക്കൾക്കെല്ലാം നല്ല ആവേശമായിരുന്നു പ്ലാന്റ് എല്ലാം വെക്കാനും അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാനൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് മോർണിംഗുള്ളൊരു വിഷ്വൽ ഞാൻ എടുത്തതാണ്. ഇതെങ്ങനെയുണ്ട് കാണാമെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്ലാന്റിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്ന് ലൈറ്റായിട്ടാണ് ഒരു ഡിന്നർ ഉണ്ടാക്കിയത്. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് മാഗിയും പിന്നെ തലേന്നത്തെ കുറച്ച് ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഒരു കോഫിയായിരുന്നു എടുത്തിട്ടുള്ളത്. പ്ലെയിൻ മാഗിയാണ് ഉണ്ടാക്കിയത്. മാഗി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്, ഇതുപോലെ പ്ലെയിൻ മാഗി ഉണ്ടാക്കുമ്പോൾ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇല്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മളെ ഈ മാഗിക്ക് കിട്ടും.
ഡിന്നറൊക്കെ കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ച് കിച്ചൺ മൊത്തം ക്ലീനായി. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു കാര്യത്തിനും കിട്ടൂല. ഇതുപോലെ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ. അത് നമുക്ക് ഉറങ്ങുമ്പോൾ മാത്രമല്ല രാവിലെ എണീറ്റ് വരുമ്പോഴും ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം.